ദ്വാരകയുടെ കഥ നിങ്ങൾക്കറിയാമോ? മഹാഭാരതത്തിൽ ദ്വാരകയെക്കുറിച്ച് ധാരാളം പരാമർശങ്ങളുണ്ട്. സ്വർണവും രത്നങ്ങളും നിറഞ്ഞ സമ്പന്നവും പ്രൗഢിയുള്ളതുമായ ഒരു നഗരമായിരുന്നു ദ്വാരക എന്ന് പറയപ്പെടുന്നു. അന്നത്തെ ഏറ്റവും വലിയ സാങ്കേതികവിദ്യയും വാസ്തുവിദ്യയും ഈ നഗരത്തിലുണ്ടായിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ നഗരത്തിന്റെ ഭംഗി അതിശയിപ്പിക്കുന്നതായിരുന്നു. ദ്വാരകയുടെ നാശത്തെക്കുറിച്ച് പല കഥകളും പ്രചാരത്തിലുണ്ട്. ശ്രീകൃഷ്ണൻ തന്റെ അവതാരം അവസാനിപ്പിച്ചപ്പോൾ നഗരം കടലിൽ താഴ്ന്നുപോയി എന്ന് ചിലർ വിശ്വസിക്കുന്നു. മറ്റു ചിലർ വിശ്വസിക്കുന്നത് പ്രളയം പോലുള്ള പ്രകൃതി ദുരന്തങ്ങൾ കാരണമാണ് നഗരം നശിച്ചുപോയത് എന്നാണ്. ശാസ്ത്രീയമായ ചില സിദ്ധാന്തങ്ങൾ ഭൂകമ്പം പോലെയുള്ള കാരണങ്ങളെക്കുറിച്ചും പറയുന്നു. പുരാവസ്തു ഗവേഷകർ ദ്വാരകയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്താൻ വർഷങ്ങളായി ശ്രമിക്കുന്നു. അവരുടെ ശ്രമഫലമായി കടലിന്റെ അടിയിൽ പുരാതന കെട്ടിടങ്ങളുടെയും ശില്പങ്ങളുടെയും വാസ്തുവിദ്യയുടെയും അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഈ കണ്ടെത്തലുകൾ ദ്വാരകയുടെ അസ്തിത്വത്തിന് ആധികാരികമായ തെളിവുകൾ നൽകുന്നു. ഈ കഥകൾ എന്തൊക്കെയായാലും ദ്വാരക ഇന്നും ഒരു നിഗൂഢതയായി നിലകൊള്ളുന്നു. ഈ നഗരം നമുക്ക് ഒരുപാട് പാഠങ്ങൾ നൽകുന്നു.